AI ഉച്ചകോടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ റിമാൻഡിലായിരുന്ന ദേശീയ അധ്യക്ഷൻ ദയാഭാനു ചിപ്പ് ഉടൻ പുറത്തിറങ്ങും. 4 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമാണ് ചിപ്പ് പുറത്തിറങ്ങുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഉദയഭാനു ചിപ്പ് ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത്? വലിയ പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിൽ ചിപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചില്ല എന്ന ചില പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസിൽ തന്നെ വന്നിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസ് നേതാക്കൾ അതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ അഭിനന്ദ് അറിയാനാകുന്നത്? സ്മൃതി, ജാമ്യം ലഭിച്ച ഉദയഭാനു ചിപ്പ് അല്പസമയത്തിനും തന്നെ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വരും. ഇപ്പോഴും ഇവിടെ ഒരുപാട് പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്നും, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉദയഭാനു ചിപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ചാണക്യപുരി പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 4 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമാണ് ഉദയഭാനു ചിപ്പിന് ഇന്ന് പാട്യാല കോടതി ജാമ്യം അനുവദിച്ചത്. മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് ജാമ്യം അനുവദിച്ചതെന്നാണ് പാട്യാല കോടതി വ്യക്തമാക്കിയത്. പോലീസിന് കൃത്യമായൊരു വിശദീകരണം, എന്തിന് കസ്റ്റഡിയിലെടുത്തു, എന്തിന് അറസ്റ്റ് ചെയ്തു, എന്തിനാണ് എന്നുള്ള ഒരു ഉത്തരവും പോലീസിന് കോടതിയിൽ നൽകുവാൻ കഴിഞ്ഞില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് ദില്ലി പാട്യാല കോടതി എത്തിയത്. 1:20 പാട്യാല മജിസ്ട്രേറ്റ് കോടതിയിലെ ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ എത്തി. അതിനുശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം പുറത്തിറങ്ങുമെന്നാണ് സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ വരെ അറസ്റ്റ് ചെയ്തിട്ടും ഇടപെടുന്നില്ല. AI ഉച്ചകോടിയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അനുകൂലിച്ചൊരു പ്രതികരണവും നടത്തിയില്ല എന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് യൂത്ത് കോൺഗ്രസിന് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള നേതാവും ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള KM അഭിജിത്ത് തന്നെ അത് രംഗത്തെത്തി. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായ AICCയുടെ ഭാരവാഹികൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് പിന്തുണ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ ദില്ലി പാട്യാല കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ അല്പസമയത്തിന് തന്നെ പുറത്തിറങ്ങും. ഒരു പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ആഹ്ലാദ പ്രകടനം കൂടുകയാണെങ്കിൽ അത്തരത്തിലേക്ക് ഒരു വലിയ ഒരു പ്രശ്നം തലസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെയും ഇപ്പോൾ ഈ ചാണക്യപുരി പോലീസ് സ്റ്റേഷന് മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട്. ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.